അനിവാര്യമായി ചേർത്ത് വെക്കേണ്ട ഓർമ്മയിലേക്ക് പോവുകയാണ് അപ്പുറം. അപ്പുറം കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും അപ്പുറങ്ങൾ. മലയാള കവിതയുടെ ചരിത്രത്തിലെ ഏറ്റവും ധീരമായ കവിത എഴുതിയത് ഭാസ്കരൻ മാസ്റ്ററാണ്. ജീവൻ പണയം വെച്ച് എഴുതിയ ഒരേ ഒരു കാവ്യമേ മലയാളത്തിനുള്ളൂ. അതിൻ്റെ രചയിതാവ് ഭാസ്കരൻ മാസ്റ്ററാണ്. വീരമരണം മുന്നിൽ കണ്ട് എഴുതിയ ഒരേ ഒരു കാവ്യമേ നമുക്കുള്ളൂ. അതെഴുതിയത് ഭാസ്കരൻ മാസ്റ്ററാണ്. വയലാർ ഗർജിക്കുന്നു എന്ന കാവ്യത്തിനാണ് ആ ബഹുമതിയുള്ളത്. ആ കാവ്യത്തിൻ്റെ പിറവിയുടെ കഥ ഇങ്ങനെയാണ്. ഭാസ്കരൻ മാസ്റ്റർ 1946 ഒക്ടോബറിൽ കോട്ടയത്ത് അറസ്റ്റിലായി. കൊച്ചി രാജ്യത്ത് ഒളിവിലിരിക്കുന്ന തിരുവിതാംകൂറിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് എത്തിക്കാൻ പണം പിരിക്കാനായി പോയപ്പോഴായിരുന്നു അറസ്റ്റ്. കമ്മ്യൂണിസ്റ്റ് ആകുന്നത് തന്നെ കുറ്റകൃത്യമാകുന്ന കാലമായിരുന്നു അത്. 3 ദിവസം മാസ്റ്റർക്ക് ലോക്കപ്പിൽ കഴിയേണ്ടി വന്നു. അദ്ദേഹം കൊടും മർദ്ദനങ്ങൾക്ക് ഇരയായി. പിന്നാലെ 15 ദിവസം ഒറ്റമുറി ജയിൽവാസവും കിട്ടി. 16-ാം ദിവസം ജാമ്യം നേടി പുറത്തിറങ്ങി. അതിനകം തന്നെ യുവകവി പി ഭാസ്കരനെ പോലീസ് പിടിച്ച് തല്ലിക്കൊന്നു കുഴിച്ചിട്ടു എന്ന കിംവദന്തി പരന്നു. കൊടുങ്ങല്ലൂരുള്ള മാസ്റ്ററുടെ അമ്മയും ആ കഥ കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ജയിലിൽ നിന്നിറങ്ങിയ പാടെ അമ്മയെ ചെന്ന് കാണുകയാണ് മാസ്റ്റർ ചെയ്തത്. അതിനിടെ പുന്നപ്രയിലും വയലാറിലും വെടിവയ്പ് നടന്നിരുന്നു. അമ്മയെ ആശ്വസിപ്പിച്ചിട്ട് മാസ്റ്റർ നേരെ പോയത് വയലാറിലേക്കാണ്. വെടിവയ്പ് കഴിഞ്ഞ് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. പാവങ്ങളുടെ വീട്ടിലെ ആണുങ്ങളൊക്കെ ഒളിവിലാണ്. വയലാറിൽ പട്ടാളക്കാരും ഒറ്റുകാരും റോന്തു ചുറ്റുകയാണ്. പട്ടാള നിയമം നിലനിൽക്കുകയാണ്. അപരിചിതരെ കണ്ടാൽ കാരണമൊന്നുമില്ലാതെ വെടിവെച്ചു കൊല്ലും. അവിടേക്കാണ് മാസ്റ്റർ പോയത്. വയലാറിൽ എന്തു നടന്നു എന്നറിയണം. അതുമാത്രമായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ താല്പര്യം. വെടിപ്പുക മണം മാറാത്ത വയലാറിൽ സഞ്ചരിച്ച് വയലാറിൻ്റെ സത്യം മാസ്റ്റർ മനസ്സിലാക്കി. ആ യാത്ര കഴിഞ്ഞ് കൊടുങ്ങല്ലൂരിലെ വീട്ടിൽ തിരിച്ചെത്തിയാണ് മാസ്റ്റർ വയലാർ ഗർജിക്കുന്നു എഴുതിയത്. മാസ്റ്റർ എഴുതുന്നു: മിഴികൾ വിറയ്ക്കാതെ, ഹൃദയം തരിക്കാതെ, കഴലുകൾ തെറ്റാതെ നോക്കൂ നിങ്ങൾ. നിരപരാധിത്വങ്ങൾ നിണമണിഞ്ഞെങ്ങുമേ നിരവധി ചിന്നിക്കിടന്നിടുന്നു. അങ്ങനെ ഒരു ഭാഷയിൽ അതിനു മുമ്പ് മലയാളം സംസാരിച്ചിട്ടില്ല. അത്രയും ആത്മാർത്ഥതയോടെ മലയാള കവിത അതിനു മുമ്പ് മുഴങ്ങിയിട്ടില്ല.